ബാലയ്ക്കെതിരെ വീണ്ടും ആരോപണങ്ങളുമായി നടന്റെ മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ. എലിസബത്ത് യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയാണ് ചർച്ചയാകുന്നത്. ബാലയുടെ അവിഹിതങ്ങളെക്കുറിച്ചും താൻ അനുഭവിച്ച പീഡനങ്ങളെക്കുറിച്ചുമാണ് എലിസബത്ത് ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. തന്നെ തട്ടിക്കൊണ്ടുപോയി ആർക്കെങ്കിലും വിൽക്കാനായിരുന്നോ പ്ലാനെന്ന് തനിക്ക് സംശയമുണ്ട് എന്നാണ് എലിസബത്ത് പറയുന്നത്. ആയുർവേദ ഡോക്ടർ ബാല ചതിച്ചുവെന്ന് പറഞ്ഞു വന്നിരുന്നു. അവർക്ക് വട്ടാണ് എന്നായിരുന്നു തന്നോട് ബാല പറഞ്ഞതെന്നും എലിസബത്ത് പറയുന്നുണ്ട്. ബാല തന്നെ ബലാത്സംഗം ചെയ്തതായും ഉപദ്രവിച്ചതായും എലിസബത്ത് വെളിപ്പെടുത്തിയിരുന്നു. തനിക്ക് ഭക്ഷണം പോലും തന്നില്ല എന്നാണ് ഇപ്പോൾ പുതുതായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആശുപത്രിയിൽ വെച്ചാണ് ബാലയുമായി പ്രണയത്തിലായതെന്ന ആരോപണത്തോടാണ് എലിസബത്ത് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ മരണത്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് എനിക്കറിയാം. ഞാൻ MD എൻട്രൻസ് എഴുതാൻ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷയുടെ ഒരു മാസം മുമ്പ് ഹാൾ ടിക്കറ്റ് എടുക്കാനോ പരീക്ഷ എഴുതാനോ സമ്മതിച്ചില്ല. അന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ നല്ല അടി കിട്ടി. കണ്ണ് തുറക്കുമ്പോഴെല്ലാം 5-6 സെക്കൻഡിലേക്ക് ഗ്രേ കളർ മാത്രമേ കാണൂ. ഞാൻ 6 മാസം ബാലയുമായി അകന്നു കഴിഞ്ഞു. ആ സമയത്ത് ഞങ്ങൾ ഡിവോഴ്സ് ആയെന്നും ചിലർ വീഡിയോ ചെയ്തു. ഒരിക്കൽ പനിച്ച് വയ്യാതായി. ആ സമയത്ത് എൻ്റെ വീട്ടുകാരെ വിളിച്ച് പറഞ്ഞത് പുള്ളിക്കാരി അഭിനയിക്കുകയാണെന്നാണ്. ഭർത്താവിനെ നന്നായി അറിയുന്നത് കൊണ്ട് എൻ്റെ വീട്ടുകാർ വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു. ബാലയുടെ 3ാം ഭാര്യയാണ് കോകില. എലിസബത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ബാല കോകിലയെ വിവാഹം കഴിക്കുന്നത്. കോകില തൻ്റെ അമ്മാവൻ്റെ മകളാണെന്നാണ് ബാല പറഞ്ഞത്. താൻ ആശുപത്രിയിലായിരുന്നപ്പോൾ പരിചരിച്ചത് കോകിലയാണെന്നും അവരുടെ ഇഷ്ടം മനസ്സിലാക്കിയാണ് വിവാഹം കഴിച്ചതെന്നും ബാല പറഞ്ഞിരുന്നു. എന്നാൽ താനുള്ളപ്പോൾ തന്നെ ബാലയ്ക്ക് കോകിലയുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും വെളിപ്പെടുത്തുകയാണ് എലിസബത്ത്. കോകില നല്ല സ്ത്രീയാണെന്നൊക്കെ എനിക്കറിയാം. ഞാനുള്ളപ്പോൾ തന്നെ കോളുകളും മെസ്സേജുകളും ആൾക്ക് വരുമായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ കുട്ടിയെപ്പോലെ കണ്ടിരുന്ന ആളാണ് എന്നാണ് എന്നോട് പറഞ്ഞത്. അനാഥയാണ്, ആ കുട്ടിക്ക് വട്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ്, അതുകൊണ്ടാണ് മെസ്സേജ് അയക്കുന്നതെന്നായിരുന്നു വിശദീകരണം. എനിക്ക് പ്രാന്താണെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടതാണ്. അങ്ങനെ ഇറക്കിവിട്ട ആള് ചോര ഛർദ്ദിച്ചപ്പോൾ വീഡിയോ കോൾ ചെയ്ത് നീ വന്നില്ലെങ്കിൽ ഞാൻ ഇവിടെ മരിക്കുമെന്ന് പറഞ്ഞു. എൻഡോസ്കോപ്പിക്കൊന്നും വിധേയമാകില്ലെന്നൊക്കെ പറഞ്ഞു. ഞാൻ അന്നേരം കുന്നംകുളത്തായിരുന്നു. ഞാൻ കരുതിയത് എന്നെ മാത്രമാണ് വിളിച്ചതെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചിരുന്നുവെന്ന്. അവരൊക്കെ കരുതി കാണും ഇനി ചത്താൽ ഞങ്ങളുടെ തലയിൽ ആയി പോകുമെന്ന്. സ്വന്തം വീട്ടിലേക്ക് വിളിച്ചാൽ ആരും വരില്ല, അത് മറ്റൊരു കാര്യം. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. പണിക്കാരത്തിയായി എന്നെ നിർത്തി. പണിക്കാരിയുടെ ശമ്പളമെങ്കിലും എനിക്ക് തരാമായിരുന്നു. ഭാര്യ എന്ന് പറഞ്ഞാൽ ഫ്രീ കോസ്റ്റ് ആണല്ലോ. എന്ത് തെണ്ടിത്തരവും ചെയ്യാം. നിയമപരമായി വിവാഹം കഴിച്ചില്ലെന്ന് പറഞ്ഞ് ഇറക്കിവിടാനും കസ്തൂരി എന്നൊക്കെ പറഞ്ഞ പ്രൊഫൈലിലൂടെയൊക്കെ തോന്നിയാസം പറയിപ്പിക്കാനും പറ്റും. പുതിയ ഭാര്യയെ ഞാൻ കണ്ടിട്ടില്ല. ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് ഞാനുള്ളപ്പോൾ അവർ വന്നെന്നാണ്. ഞാൻ പോയി കഴിഞ്ഞ് വേറൊരു പെണ്ണിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു. അവിടെ പോയിട്ടുള്ളവരാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. മറ്റൊരു പെണ്ണും വന്നിരുന്നു. പിറന്നാൾ വീഡിയോയിലൊക്കെ കാണാം. അവരൊക്കെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ചതോടെ ഇറക്കി വിടുകയായിരുന്നു. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളത് അറിയണം. നിങ്ങളുടെ നിലവാരവും എൻ്റെ നിലവാരവും എവിടെയാണെന്ന് മനസ്സിലാക്കണം എന്നൊക്കെയാണത്രേ അവരോട് പറഞ്ഞിരുന്നത്. അതും കഴിഞ്ഞ് വന്നവളാണ് ഈ പുതിയ സ്ത്രീ. ഞാൻ മരുന്ന് മാറ്റി കൊടുത്തെന്നൊക്കെ അവർ എങ്ങനെയാണ് കണ്ടതെന്ന് എനിക്കറിയില്ല. ഇയാൾ ഇങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ടായ സുഹൃത്തിനോടും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു എന്നാണ് എലിസബത്ത് പറയുന്നത്. ബാലയ്ക്ക് താനുള്ളപ്പോൾ തന്നെ പല സ്ത്രീകളുമായും ബന്ധമുണ്ട് എന്ന രീതിയിലാണ് എലിസബത്ത് ഇപ്പോൾ തുറന്ന് പറയുന്നത്.